ഈ സ്റ്റൂളിൻ്റെ അവകാശികളാണ് ഈ 2 പേരും. ഈ 2 പേർക്കും ഈ സ്റ്റൂള് വേണം. വീട്ടിലെ ഈ ചെറിയ കുട്ടികൾ ഭയങ്കര വാശിക്കാരാണെന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? ഈ 2 ചെറിയ കുട്ടികൾക്കും വേണ്ടതാണ് ഈ സ്റ്റൂള്. അപ്പം അതിനുള്ള അടിയാണ് 2 പേരും. 2 പേരും മാറത്തില്ല. സ്കിറ്റ് പറയാണ്, അമ്മേ നീ എന്നെ നോക്കി പേടിപ്പിക്കണ്ട, ഞാൻ മാറത്തില്ല. അതാണ് അവളുടെ മുഖഭാവം പറയുന്നത്. ഫൈനലി എൻ്റെ കൊച്ച് തന്നെ മാറി കേട്ടോ. അവളിതേ സ്റ്റൂളിൻ്റെ മണ്ടയ്ക്കും കയറി. നമ്മൾ പറയില്ല, നമ്മളിരിക്കേണ്ട സ്ഥലത്തേക്ക് നമ്മളില്ലെങ്കിൽ നായ കയറുന്നു. ഇവിടെ സ്കിറ്റിലാണ് കയറിയിരിക്കുന്നത്. എന്ത് ചെയ്യാനാണ്, ഞങ്ങളുടെ സ്ഥിതി ഇങ്ങനെ ആയിപ്പോയി. പിന്നെ ഉണ്ടല്ലോ, ഈ കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ലഞ്ച് ഉണ്ടാക്കാനായിട്ടാണ്. കാലത്തെ ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ എന്താ പറയുക, കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഇപ്പോൾ അത്ര കുക്കിംഗ് ഒന്നും ചെയ്യാറില്ല. ഒരു പ്രാവശ്യം ചെയ്യും, ഇല്ലെങ്കിൽ അതുകൂടി ഇല്ല. കൂടുതലും പുറത്തുനിന്നാണ്. അപ്പോൾ ചെയ്യാൻ പറ്റുന്ന സമയത്തൊക്കെ ഞാൻ കുക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് വീഡിയോ കുറവാകുന്നത്. അപ്പോൾ ഇന്ന് ബീട്രൂട്ടൊക്കെ നിറയെ ഇരിപ്പുണ്ടായിരുന്നു. നിറയെ വെജിറ്റബിൾസ് ഫ്രിഡ്ജിലുണ്ട്. കുക്ക് ചെയ്യാത്തതുകൊണ്ട് അതൊക്കെ അങ്ങനെ തന്നെ കിടപ്പുണ്ട്. അപ്പോൾ ഇന്ന് വിചാരിച്ചു എന്തായാലും വീട്ടിൽ തന്നെ കുക്ക് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ബീട്രൂട്ടൊക്കെ എടുത്തിട്ട് തോലൊക്കെ കളഞ്ഞ് ഇന്നൊരു ബീട്രൂട്ടിൻ്റെ ഒരു തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. വേഗം പെട്ടെന്ന് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്, അതുകൊണ്ടാണ്. അപ്പോൾ തോലൊക്കെ ഉരിച്ചിട്ട് നമുക്ക് അതൊന്ന് ഗ്രേറ്റ് ചെയ്യണം. ഗ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് തോരന് വേണ്ടിയിട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്യില്ലേ, അപ്പോൾ അതുപോലെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് ഇന്നൊരു തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ കൂടെ ചോറും കൂടെ. ചോറിന്ന് എന്താ പറയുക, ഞങ്ങൾ കിച്ചടിയാണ് ഉണ്ടാക്കുന്നത്. കിച്ചടിന്ന് നിറയെ സ്ഥലത്ത് ഡിഫറെൻ്റ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഞങ്ങളുടെ വീട്ടിലുണ്ടാക്കുന്ന കിച്ചടി ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ ഈ വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് തോരൻ ഉണ്ടാക്കിയതിന് ശേഷം കിച്ചടി കാണിക്കാവേ. അപ്പോൾ ഈ എല്ലാം ഇങ്ങനെ തോലുരിച്ചതിന് ശേഷം ഒന്ന് വാഷ് ചെയ്തിട്ട് ഗ്രേറ്റ് ചെയ്യാവേ. ഇതേ അപ്പം ഞാൻ ഗ്രേറ്റ് ചെയ്യാൻ പോവാണ് ബീട്രൂട്ടൊക്കെ. 2023 24 കുറച്ച് കുഴപ്പമില്ലാണ്ട് പോയിട്ടോ. 25 തുടങ്ങിയപ്പോൾ തൊട്ട് ഫുള്ള് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസാണ്. ഒന്ന് തൊട്ട് എവിടെ ഉണ്ടാവാൻ പോകുന്നതെന്ന് ഒന്നും അറിയത്തില്ല. അപ്പോൾ ഇപ്പം എന്താണെന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ഞാൻ ലൈവിലോ ഇല്ലെങ്കിൽ ഞാൻ റെക്കോർഡ് ചെയ്തോ വീഡിയോ ഇടുന്നതായിരിക്കും. എന്താ വെച്ചാൽ ഈ ഒരു സ്റ്റേജ് അല്ല കറക്റ്റായിട്ടുള്ള സമയം. എന്ന് വെച്ചാൽ ഞങ്ങൾ തന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഇതാണ്. എന്താണെന്ന് വെച്ചാൽ ഇതെന്താണ്, എങ്ങനെയാണ്, ഏത് തരത്തിലുള്ളതാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ ഒരു കംപ്ലീറ്റ് ഇൻഫർമേഷൻ ഇല്ലാണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം എനിക്ക് അതിനെക്കുറിച്ചൊരു പൂർണ്ണമായിട്ടുള്ളൊരു അറിവുണ്ടെങ്കിലേ ഞാൻ നിങ്ങളുടെ കൂടെ അത് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഇതെനിക്ക് എന്തായാലും നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യണമെന്നാണുള്ളത്. കാരണം ഇതുപോലെ എന്നെപ്പോലെ എന്താ പറയുക, പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് വരുമ്പോൾ ലൈറ്റായിട്ട് എടുക്കുകയോ ഡോക്ടറെ കാണാണ്ടിരിക്കുകയോ ഒക്കെ ചെയ്യുന്ന എന്നെപ്പോലെ നിറയെ പേരുണ്ടാവും. അപ്പോൾ ഇത് ഞാൻ ഷെയർ ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിനെക്കുറിച്ചൊരു കംപ്ലീറ്റ് ഇൻഫർമേഷൻ കിട്ടിയതിന് ശേഷമേ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എപ്പോൾ ഡോക്ടറെ കാണണം എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പം നമുക്കിപ്പോൾ കുക്കിംഗ് നോക്കാം. അങ്ങനെ ഇത് എല്ലാ ബീട്രൂട്ടും ഞാൻ ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായതിന് ശേഷം ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിക്കുന്നത് വെളിച്ചെണ്ണയാണ് കേട്ടോ. നോർമലായിട്ട് സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കാറ്. അതെന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടിൽ നിറയെ, അതായത് എൻ്റെ ഹസ്ബൻഡും പിന്നെ എൻ്റെ ഇൻലോസൊന്നും വെളിച്ചെണ്ണ ഉപയോഗിക്കത്തില്ല. അപ്പം ഇപ്പോൾ ബീട്രൂട്ട് തോരൻ എന്ന് പറയുമ്പോൾ ഞാനും കുട്ടികളും മാത്രമേ കഴിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വെളിച്ചെണ്ണ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം
അതിലേക്ക് കടുകും പിന്നെ 2 വറ്റൽമുളക് പിന്നെ കുറച്ച് കറിവേപ്പില വാഷ് ചെയ്ത് ഡ്രൈ ആക്കിയത്. ഇതൊന്ന് വഴറ്റിയതിന് ശേഷം ഒരു സവാള മീഡിയം സൈസ് ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇതിലേക്ക് നമുക്ക് ചേർക്കാവുന്നതാണ്. കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ കുഞ്ഞുള്ളി ഇടാം, നല്ലതാണ്, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ എനിക്ക് കുഞ്ഞുള്ളി നിന്ന് പൊളിക്കാനുള്ള സമയമില്ലാത്ത കാരണം സവാള ഇടുകയാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞുള്ളി ഇടുന്നതാണ് എല്ലാത്തിലും നല്ല ടേസ്റ്റ്. അപ്പോൾ ഇതൊന്ന് നല്ലോണം ഇളക്കി കൊടുക്കാം. സവാള വേഗം വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർക്കുക. ആസ് യൂഷ്വൽ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. അപ്പോൾ ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് വഴന്നതിന് ശേഷം ഒരു 5ഓ 6ഓ അല്ലി വെളുത്തുള്ളി അതും കൂടെ ഒന്ന് ഇടുക. ആ വെളുത്തുള്ളി വേണമെങ്കിൽ ഒന്ന് ചതച്ചിടാം കേട്ടോ. എന്താ വെച്ചാൽ മുഴുവനായിട്ട് കിടന്ന കുട്ടികളൊന്നും കഴിക്കത്തില്ല, അപ്പോൾ ഒന്ന് ചതച്ചിടുകയാണ്. അപ്പോൾ അതൊന്ന് റോസ്റ്റായ ഒരു ഒരു 30 സെക്കൻഡ്സ് ടു 1 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ആയാൽ മതി. അതിന് ശേഷം നമ്മൾ ഇത് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ നമ്മുടെ ബീട്രൂട്ട്, അത് ഇതിലേക്കിടാം. സവാള അധികമൊന്നും വാടേണ്ട ആവശ്യമില്ല, എന്നുവെച്ചാൽ ഇത് തോരനല്ലേ. അപ്പോൾ എല്ലാ ബീട്രൂട്ടും ഇതിലേക്ക് ആഡ് ചെയ്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ബീട്രൂട്ട് നല്ലോണം യോജിച്ചതിന് ശേഷം നമ്മൾ ഇതിലധികം മസാലയൊന്നും വേണ്ട. കുറച്ചൊരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 1/4 സ്പൂണോ അല്ലെങ്കിൽ 1/2 സ്പൂണോ മുളക് പൊടിയും കൂടി ഇട്ടുക. അത്രയേ ഉള്ളൂ. ഇതൊന്ന് നല്ലോണം ഒന്ന് യോജിപ്പിക്കാം. യോജിപ്പിച്ചിട്ട് ഒരു മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഇത് ടോട്ടലായിട്ട് ബീട്രൂട്ട് വേകാൻ ഒരു 3 to 4 മിനിറ്റ്സ് മതിയാവും ടോട്ടലായിട്ട് തന്നെ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ഉപ്പില്ലെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ മസാലയുടെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം ഒന്ന് തളിച്ച് കൊടുക്കാം. നമുക്ക് നല്ലോണം അടിയിലൊന്നും പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. സോ കുറച്ചൊന്ന് വെള്ളം ഇങ്ങനെ ഒന്ന് തളിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി വിടുക. അപ്പോൾ എല്ലാ നമ്മുടെ ബീട്രൂട്ടിൻ്റെ ഉള്ളിലൊക്കെ നല്ലോണം ആവി കയറും. അപ്പോൾ ഈ ലൈറ്റായിട്ട് ഈ പുട്ടിനൊക്കെ നമ്മൾ തളിക്കത്തില്ലേ, അതുപോലെ ഇച്ചിരി വെള്ളം ഒന്ന് തളിച്ച് കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഒന്ന് കൂട്ടി യോജിപ്പിച്ചിട്ട് നമുക്ക് അടച്ച് വെച്ച് ഇതൊരു 2 3 മിനിറ്റോ അത്രയേ ആവുള്ളൂ, 3 മിനിറ്റൊക്കെ മതിയാവും. അപ്പോൾ ആ സമയം കൊണ്ട് എൻ്റെ കയ്യിൽ 2 3 ഇതുണ്ടായിരുന്നു, എന്താ കോൺ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഫ്രിഡ്ജ് മൊത്തം വെജിറ്റബിൾസ് ആണ്. അതൊന്നും യൂസ് ചെയ്യാണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് കുറച്ച് എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ കോൺ കുട്ടികൾക്കായാലും ശരി ഹസ്ബൻഡിനായാലും ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഈ എന്തെങ്കിലുമൊക്കെ കടയിൽ നിന്ന് സ്നാക്സ് വാങ്ങിച്ചു കൊടുക്കുന്നതിന് പകരം ഇതവർക്ക് ബോയിൽ ചെയ്ത് മസാല ഇട്ട് കൊടുത്താൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇതും കൂടെ ഒന്ന് ആഡ് ചെയ്യാം കൂട്ടത്തിലൊന്ന്. അപ്പോൾ അവർ ചോറിൻ്റെ കൂടെയും കഴിച്ചോളും, അല്ലാണ്ട് സ്നാക്സ് ആയിട്ടും കഴിച്ചോളും. അപ്പോൾ നമുക്ക് ഇതിൻ്റെയൊക്കെ ഒന്ന് ഈ സ്കിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് ഒന്ന് ബോയിൽ ചെയ്യാൻ വെക്കാം. നല്ല ഫ്രഷ് കോണാട്ടോ. അത് വാങ്ങിച്ചിട്ട് വന്നിട്ടൊരു 3 4 ദിവസമായി. എന്നാലും നല്ല അതേപോലെ തന്നെ ഇരിപ്പുണ്ട് കേട്ടോ, ഒന്നും ചീത്തയാവാണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇത് ഹെൽത്തിയും കൂടെ ആണ്. ഞാനും വിചാരിച്ചു കേക്കൊക്കെ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ വെറുതെ മൈദയോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടി ആയാലും എൻഡ് ഓഫ് ദ ഡേ ഷുഗറും കൂടെ ആഡ് ചെയ്യുന്നില്ലേ, അപ്പോൾ അതിനൊക്കെ പകരം ഇത് തന്നെയാണ് ബെസ്റ്റ് എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ സ്കിന്നൊക്കെ നല്ലോണം ഒന്ന് റിമൂവ് ചെയ്തതിന് ശേഷം ഞാൻ ഓൾറെഡി ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഗ്യാസിൽ.
അപ്പോൾ ഇതൊന്ന് ഉരിച്ച് കിട്ടുന്നതിനുള്ളിലും ആ വെള്ളവും കൂടെ ഒന്ന് തിളയ്ക്കും. വെള്ളം ഓൾറെഡി തിളച്ചത് കാരണം ഞാൻ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ഇതിപ്പോൾ ഞാൻ തിരിച്ച് ഓൺ ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ എല്ലാ കോൺസും ഒന്ന് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർക്കുകയാണ്. അപ്പോൾ ഇത് ഒരു സൈഡിലിരുന്ന് തന്നെ അങ്ങനെ ബോയിൽ ആയിക്കോളും. നമ്മളധികം കോൺസെൻട്രേറ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി ഇളക്കി ഒന്ന് കൊടുത്താൽ മതി. ഓരോരോ ഭാഗമായിട്ടൊന്ന് തിരിച്ചിട്ടാൽ മാത്രം മതി. കോണൊക്കെ ഒരു 10 മിനിറ്റിലൊക്കെ പെട്ടെന്ന് തന്നെ നമ്മൾ കുക്കറിലിടുവാണെങ്കിൽ ഒരു 2 വിസിലൊക്കെ മതിയാവും. ഇപ്പം ഞാൻ കുക്കറൊന്നും വെച്ചിട്ടില്ല. എന്താ വെച്ചാൽ കുക്കറിൽ വേറൊരു പണിയുണ്ട്, അത് കാരണമാണ്. അപ്പോൾ ഇതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഞാനിത് അടച്ച് വെക്കുകയാണ് കേട്ടോ. നേരെ നമ്മുടെ ബീട്രൂട്ടിൻ്റെ സ്ഥിതി എന്താണെന്ന് നോക്കുകയാണ്. ഇപ്പോൾ ബീട്രൂട്ട് നല്ലോണം വെന്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ 2-3 മിനിറ്റ് മാത്രം മതിയാവും ബീട്രൂട്ട് ഒന്ന് വാടി വേഗം കിട്ടാനായിട്ട്. നമ്മുടെ ബീട്രൂട്ട് തോരൻ നല്ലോണം റെഡി ആയിട്ടുണ്ട്. നോർമലായിട്ട് ഞാൻ ഈ സ്റ്റേജിൽ തേങ്ങ, തിരുവിയ തേങ്ങയില്ലേ, ഗ്രേറ്റഡ് തേങ്ങ, അപ്പോൾ അത് ചേർക്കും. പക്ഷേ ഇന്ന് ഞാൻ അതൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അത് ഞാൻ പറഞ്ഞില്ലേ, അധികം പണിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ കാണിക്കുകയാണ് കേട്ടോ. നല്ലോണം വെന്തിട്ടുണ്ട്, നല്ല ചൂടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബീട്രൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ അടുത്ത അതായത് കിച്ചടി ചെയ്യാനായിട്ട് പോവാണ്. കിച്ചടി ചെയ്യാനായിട്ട് ഞാനിവിടെ 2 ഗ്ലാസ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. സോണ മസൂരിയുടെ റൈസാണ്. അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് മൂങ് ദാളില്ലേ, നമ്മുടെ പരിപ്പൊക്കെ ചെയ്യത്തില്ലേ സദ്യക്ക്, ആ ദാൾ, അതും കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് വാഷ് ചെയ്ത് കൊണ്ടുവരാം. ഞാൻ രണ്ടും കൂടെ ചേർത്ത് വാഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാൻ വലിയ കുക്കർ എടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കാം. ഓയിലൊന്ന് ചൂടായതിന് ശേഷം നമ്മുടെ ഫുൾ ഗരം മസാല ഇല്ലേ, അതായത് ഏലക്ക, പട്ട, ഗ്രാമ്പൂ, സ്റ്റാർ അനീസ്, പിന്നെ എന്താ പറയുക, സിനമൺ സ്റ്റിക്ക്, അതൊക്കെ, അപ്പം അതൊക്കെ ഇതിലോട്ട് ഇടാം. ഇതൊന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ജീരകവും കൂടി ഇടുകയാണ്. അപ്പോൾ ജീരകം എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ദാൽ ഇട്ടിട്ടില്ലേ, അപ്പോൾ കുറച്ച് ഗ്യാസിൻ്റെ ഒക്കെ പ്രശ്നം വരും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജീരകവും കൂടി ഇടുന്നത്. അത് ഒന്നൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അതിന് ശേഷം ഒരു 4-5 പച്ചമുളക് എരിവിനനുസരിച്ച് സ്ലിറ്റ് ചെയ്തിടുക കേട്ടോ. ഏത് പച്ചമുളക് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ അതൊന്ന് ഇട്ടതിന് ശേഷം പിന്നെ ഞാനിവിടെ 2 സവാള, വലിയ സവാളയാണ്, തിന്നായിട്ട് അരിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് കുറച്ചും കൂടി ഉപ്പും കൂടെ ഞാൻ ഇട്ടിട്ടാണ് ഇളക്കുന്നത്.
സവാളയുടെ കളറൊക്കെ നല്ലോണം മാറി കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 2 സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാം. നമുക്ക് ജിഞ്ചറും ഗാർലിക്കും ചതച്ചും ഇടാം കേട്ടോ. ഞാൻ ഓൾറെഡി പേസ്റ്റ് ഉണ്ട്, അപ്പോൾ അത് കാരണമാണ് പേസ്റ്റായിട്ട് തന്നെ ചേർക്കുന്നത്. അപ്പോൾ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടതിന് ശേഷം ഇത് പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കും കേട്ടോ. അടുക്കി പിടിക്കുകയെന്ന് പറഞ്ഞാൽ കരിയല്ല, ആ ഒരു ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പോയിട്ട് ഒട്ടിയിട്ട് അതിൻ്റെ ഒരു അടുക്കി പിടിക്കില്ല. അപ്പോൾ അതുണ്ടാവും. ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. എത്ര ഇളക്കിയാലും പെട്ടെന്ന് തന്നെ അതൊന്ന് പെട്ടെന്ന് പിടിക്കും കേട്ടോ അതിൻ്റെ ബേസിൽ. അപ്പോൾ ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക്. അപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം ഞാനിവിടെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിടുക കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ടും കട്ട് ചെയ്തിടാം, അല്ലെങ്കിൽ റൗണ്ടായിട്ട് കട്ട് ചെയ്തിടാം. വേറെ എന്തെങ്കിലും വെജിറ്റബിൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം. ഞാൻ നോർമലായിട്ട് നിറയെ വെജിറ്റബിൾ ഇടും. പക്ഷേ ഇന്ന് പിള്ളേർ ഇതിൽ നിന്ന് ഇങ്ങനെ ഓരോരോ കഷ്ണമായിട്ട് മാറ്റി മാറ്റി വെക്കും വെജിറ്റബിൾ കാണുമ്പോൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടിരിക്കുന്നത്. നമുക്ക് എന്താ പറയുക, പൊട്ടാറ്റോ ഇടാം, ബീൻസ് ഇടാം, ഒക്കെ ഇടാം കേട്ടോ. ഇതൊരു പുലാവ് മാതിരി ഒന്നും ആവത്തില്ല, അതുകൊണ്ട് ഇത് കിച്ചടി തന്നെയാണ്. ഓക്കെ. അപ്പം ഞാൻ ഗ്രേറ്റ് ചെയ്ത് ക്യാരറ്റും കൂടെ ഇടുമ്പോൾ അത് പെട്ടെന്ന് തന്നെ അതിൻ്റെ കൂടെ എന്താ പറയുക മിക്സ് ആയിക്കോളും. അപ്പോൾ അതൊന്ന് വാടിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ പുതിനയും മിൻറ്റ് ലീവ്സും കൊറിയാണ്ടർ ലീവ്സും കൂടെ ഇടാണ്. ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടാണ് ഇടുന്നത്. അപ്പം അതും കൂടെ ഒന്ന് ഇളക്കി യോജിക്കുക. ഇലകളാകുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരു സെക്കൻഡിൽ ഇങ്ങനെ വാടിയേക്കും. അപ്പോൾ അത് നല്ലോണം താഴെ ഇങ്ങനെ പിടിച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക്കും എല്ലാം കൂടെ ഒന്ന് നല്ലോണം ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. നിറയെ പേര് വേറെ വേറെ രീതിയിലാണ് കിച്ചടി ഉണ്ടാക്കുന്നത്. എനിക്ക് നോർമലായിട്ട് ഒരു കിച്ചടി ഉണ്ടാക്കാൻ അറിയത്തില്ലായിരുന്നു. ഇതെൻ്റെ മദർ ഇൻ ലോ ഉണ്ടാക്കുന്ന കിച്ചടിയാണ് കേട്ടോ. അപ്പോൾ അത് കണ്ടുപഠിച്ചാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ആരും എന്നോട് ദേഷ്യപ്പെടാനൊന്നും വരല്ലേ. അങ്ങനെ ആരും എനിക്ക് എന്താ പറയുക, അങ്ങനെ ആരും കമൻറ്റും ചെയ്തിട്ടില്ല, എന്നാലും പറയാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ വാഷ് ചെയ്ത് വെച്ച റൈസും ദാളും കൂടെ, മൂങ് ദാൾ, അതും കൂടെ ഇതിലേക്ക് ചേർക്കുകയാണ്. ഇത് ചേർത്തതിന് ശേഷം ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. റൈസ് ഒന്ന് മിക്സ് ആയതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 to 1/2 സ്പൂൺ നമുക്കൊരു കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. അതും കൂടെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ വെള്ളം ചേർക്കാൻ പോവാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് വേറെ മസാലകളും ചേർക്കാം. ചിലർ ചിക്കൻ മസാല ചേർക്കും, ചിലർ ഗരം മസാല ഇടും. ഞാൻ അതൊന്നും ചേർക്കുന്നില്ല, വെറും മഞ്ഞൾപ്പൊടി മാത്രമാണ് ചേർക്കുക. പിന്നെ ഇപ്പം ഞാൻ വെള്ളം ഒഴിക്കാൻ പോവാണ്. അതായത് 2 ഗ്ലാസ് റൈസും 1/2 ഗ്ലാസ് ദാളുമാണ്. അപ്പോൾ ടോട്ടലായിട്ട് 5 ഗ്ലാസ്സാണ്. നമ്മൾ കുക്കറിൽ വെക്കുന്ന കാരണം ഞാൻ 1 ഗ്ലാസ് എക്സ്ട്രാ വെക്കുന്നുണ്ട്. അപ്പോഴാണ് എനിക്ക് എപ്പോഴും കറക്റ്റായിട്ട് വരാറുള്ളത്. ഇപ്പോൾ ടോട്ടലായിട്ട് 6 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നത്. അപ്പം അളന്ന് വെള്ളം കറക്റ്റായിട്ട് ഒഴിക്കുക. നമുക്ക് ഏറ്റവും നല്ലത് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുന്നതാണ്. പക്ഷേ ഇന്ന് ഞാൻ ചൂടുവെള്ളം വെക്കാനായിട്ടൊന്നും വെയിറ്റ് ചെയ്തില്ല, പച്ചവെള്ളമാണ് ഒഴിക്കുന്നത്. 6 ഗ്ലാസ് ടോട്ടലായിട്ട് 6 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് ചെക്ക് ചെയ്യാൻ മറക്കരുത്, ഇല്ലെങ്കിൽ പിന്നെ അതിന് ശേഷം നമുക്ക് ഉപ്പ് ചേർക്കാനൊന്നും പറ്റത്തില്ല. വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം ഉപ്പ് ചെക്ക് ചെയ്യുക. വേണമെങ്കിൽ ഉപ്പ് ചേർക്കുക, വേണ്ടെങ്കിൽ അങ്ങനെ തന്നെ വിടാം.
ഞാനിപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഞാൻ ഇത് ലിഡ് വെച്ച് ക്ലോസ് ചെയ്യാണ്. ക്ലോസ് ചെയ്തിട്ട് ഒരു 1 വിസിൽ മതിയാവും. ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ. അതിന് ശേഷം ഒരു വിസിൽ വന്നതിന് ശേഷം നമുക്ക് സിമ്മിൽ വെച്ചിട്ടൊരു 5 മിനിറ്റ്സ് അത്രേ വേണ്ടുള്ളൂ. മോസ്റ്റ് ഓഫ് ദ ടൈംസ് ആ 5 മിനിറ്റ്സിനുള്ളിൽ തന്നെ ചെറിയ സിമ്മിൽ സെക്കൻഡ് വിസിലും വരും. ഡിപ്പെൻസ് ഇല്ല, ഏറ്റവും ചെറിയ സിമ്മിലാണെങ്കിൽ ചിലപ്പോൾ വരത്തില്ല. പക്ഷേ 5 മിനിറ്റ്സിന് മുകളിൽ വെക്കരുത് കേട്ടോ. ഒരു വിസിൽ വന്നതിന് ശേഷം സിമ്മാക്കുക, 5 മിനിറ്റ്സ് ഓഫ്, അത്രയേ ഉള്ളൂ. ഇപ്പം എനിക്ക് ഒരു വിസിൽ ഇവിടെ വന്നിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഫ്ലെയിം റെഡ്യൂസ് ചെയ്തിട്ട് 5 മിനിറ്റ്സ് വെച്ചു. എന്നിട്ട് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യുകയാണ് ചെയ്തത്. എന്നിട്ട് ഞാനത് തുറക്കത്തേ ഇല്ല. അത് ഫുള്ളായിട്ട് ആ വിസിൽ പോകുന്ന വരെ, വിസിൽ പോകുന്നതല്ല, ആ എയർ പോകുന്ന വരെ ഞാൻ ഇത് തുറക്കത്തില്ല. ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പോയിട്ട് സ്കിറ്റിലിനെയൊക്കെ ഒന്ന് നോക്കാൻ പോയി. എന്നുവെച്ചാൽ അവൾക്ക് ഈ കുക്കറിൻ്റെ വിസിൽ പേടിയാണ്. അപ്പോൾ ദേ മൂന്നും എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ദേ കാട്ടിക്കൂട്ടാണ്. മൂന്നും സൈലൻ്റ് ആയിട്ട് ഇരിക്കുകയായിരുന്നു. ഇത്രയും നേരം ഭയങ്കര പ്രശ്നമായിരുന്നു. ഇപ്പോൾ കുക്കറിൻ്റെ വിസിൽ കേട്ടതും മിണ്ടാണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കുക്കറിലെ ഇതൊക്കെ ആവിയൊക്കെ പോയിട്ടുണ്ട്. ഞാനിപ്പോൾ ഒന്ന് മൂടി ഒന്ന് തുറന്ന് കാണിക്കുകയാണ് കേട്ടോ. ദേ അടിപൊളിയായിട്ട് ഒരു കുഴഞ്ഞൊന്നും പോവാണ്ട്, അപ്പോൾ നമ്മളിങ്ങനെ പെട്ടെന്ന് എടുക്കുമ്പോൾ ഒത്തിരി കുത്തി കുത്തി ഇത് ചെയ്യാണ്ട് ഇങ്ങനെ ഒന്ന് ഉതിർത്തി ഉതിർത്തി ഇങ്ങനെ എടുക്കുക. ഇത് ആറുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, റൈസൊക്കെ ഇങ്ങനെ വിട്ട് 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 അറിയാം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ആ ചൂടോടെ എടുക്കുന്നതിൻ്റെ ഒരിതാണ്. അപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ അതൊന്ന് എടുത്തെടുത്ത് ഇങ്ങനെ കാണിക്കുകയാണ്, അത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കിച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് ഒരു പുതിന ചട്നിയും കൂടെ ഒന്ന് ചെയ്തിരുന്നു. നമ്മുടെ കോൺ റെഡി ആയിട്ടുണ്ട്, പുതിന ചട്നി ഉണ്ട്, ബീട്രൂട്ട് തോരനുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിരുന്നു. ഈ കോൺ പിള്ളേർ മസാല ഇട്ടും കഴിക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ലെമണൊക്കെ ഒന്ന് സ്ക്രബ് ചെയ്ത് അതിൻ്റെ മുകളിലേക്ക്, എന്നിട്ട് കുറച്ച് മുളക് പൊടിയും ഉപ്പും ഒക്കെ കൂടി ഒന്ന് ചേർത്ത്, അത് ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് ആ സ്നാക്കായിട്ടും തിന്നാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം അറിയിക്കുക. സിമ്പിളായിട്ടുള്ള ഒരു ലഞ്ചാണ് ഇപ്പോൾ എല്ലാം നോക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണാം കേട്ടോ.